ഇന്ന് ഹെഡു ബേബീൻ്റെ ആയിട്ട് 5 months കംപ്ലീറ്റ് ആയിട്ടോ. സോ നമ്മൾക്കിന്നൊരു പീഡിയാട്രീഷ്യൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, അവൻ്റെ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതുവരെ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാനുള്ളൊരു അപ്പോയിൻമെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ ഫസ്റ്റ് ചെക്ക് ചെയ്തത് അവൻ്റെ സോഷ്യൽ സ്കില്ലാണ്. അതായത് അവൻ പേരൻസിനെ തിരിച്ചറിയുന്നുണ്ടോ, എന്തെങ്കിലും സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നോക്കുന്നുണ്ടോ, അതുപോലെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് കാണുമ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ടോ, അവർക്ക് ചിരിക്കുന്നുണ്ടോ, അതെല്ലാം അവൻ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചെക്ക് ചെയ്തത് മോൻ്റെ ഫിസിക്കൽ സ്കില്ലാണ് കേട്ടോ. അതായത് എന്തെങ്കിലും ഒബ്ജക്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് 2 കൈ കൊണ്ട് ഗ്രാബ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ അത് വായിൽ വെക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടോ, പിന്നെ നമ്മൾ ടമ്മി ടൈം കൊടുക്കുമ്പോൾ തല ലിഫ്റ്റപ്പ് ചെയ്യുന്നുണ്ടോ, പിന്നെ നമ്മുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഇരിക്കാൻ ട്രൈ ചെയ്യാറുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബെർത്ത് ഓൺവേർഡ്സ് മുതൽ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമാണ് ബേബീസിന് ടമ്മി ടൈം കൊടുക്കുക എന്നുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ മസിൽസൊക്കെ സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ടും കഴുത്തൊക്കെ നന്നായിട്ട് ഉറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും നമ്മൾ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ ബേബിക്ക്. പിന്നെ ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു 5 മാസമായ കുട്ടികൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില കുട്ടികളത് 3 months 4 months ആകുമ്പോഴത്തേക്ക് അച്ചീവ് ചെയ്യും, ചിലരത് ഒരു 5 to 6 months ആവുമായിരിക്കും. അപ്പോൾ ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റ്സും എല്ലാം വരുന്നത് കേട്ടോ. വേണമെങ്കിൽ നമ്മളോട് സോളിഡ്സും സ്റ്റാർട്ട് ചെയ്യാൻ ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ വെജിറ്റബിൾ പ്യൂരീസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾസാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതെല്ലാം ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് തരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ കമൻറ്റ് അയക്കുകയോ ചെയ്തോളൂ. അപ്പോൾ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ റിപ്ലൈ ചെയ്ത് തരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.